ഹായ് എവറി വൺ, വെൽക്കം ടു പ്രോ ഡ്രൈവ്. ഇന്ന് നമ്മൾ കാണുന്നത് ടെസ്ല സൈബർ ട്രക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ. ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുപോലെ ബ്ലാക്ക് പ്ലാസ്റ്റിക്കും. വളരെ ഈസി ടു ഡിസൈനായൊരു ഡിസൈനായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അടിയിൽ 2 വീൽസ്, ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് ഈ സൈബർ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത. ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റും ഇത്. പിന്നെ വളരെ കോൺട്രവേഴ്സിയായിട്ട് ഇറങ്ങിയൊരു ഐറ്റമാണിത്. അത്യാവശ്യം ട്രക്കുകളുടെ എല്ലാ ബെനഫിറ്റ്സും തരുമെന്ന് വാഗ്ദാനം ചെയ്ത് എലോൺ മസ്ക്. ഇതാണ് നമ്മുടെ സൈബർ ട്രക്കിൻ്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് മെയിനായിട്ടൊരു വ്യത്യാസം ബാക്കിയുള്ള ടെസ്ലകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇതിനകത്തുനിന്ന് ബാഡ്ജ് എടുത്ത് മാറ്റിയിട്ടുണ്ടാകും. പൊതുവേ നമ്മളിവിടെ ഒരു ടെസ്ല ബാഡ്ജ് എക്സ്പെക്റ്റ് ചെയ്യും, അതിലില്ല, അതവർ മാറ്റി. ഒരു ബാഡ്ജിൻ്റെ ആവശ്യമില്ല എന്നാണ് ടെസ്ല പറയുന്നത്. അവരുടെ വണ്ടി തിരിച്ചറിയാം. അത് 100% ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ഡിസൈനാണ് സൈബർ ട്രക്കിൻ്റെ. ഇത് വേറെ ഒരാൾക്കും മാറിപ്പോവില്ല കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ അത് LED ലൈറ്റ് മാത്രമാണത്, ഡേ ടൈം റണ്ണിങ് LED ലൈറ്റ്. താഴെയാണ് ഇത് ഹെഡ് ലൈറ്റ്സ് വരുന്നത്. അതുപോലെ ഫോഗ് ലാമ്പും താഴെ തന്നെയാണ് വരുന്നത്. ആ കാണുന്നതാണ് ടോ ഹിഞ്ച്. ടോല്ല നമുക്ക് എന്തെങ്കിലും വലിക്കാനൊക്കെ ആണെങ്കിൽ ചെയ്യാവുന്ന ഒരു സ്ഥലം. അതുപോലെ ഒരു വെറൈറ്റി സംഭവമാണ് ഇത്രയും വലിയൊരു വിൻഡ്ഷീൽഡ് വൈപ്പർ. ഇത് വേറെ ഒരു കാരണം ഇത്രയും വലിയൊരു വിൻഡ്ഷീൽഡ് വൈപ്പർ ഉണ്ടാവില്ല. ഈവൻ ബസ്സുകൾക്കാണെങ്കിൽ പോലും ഇതിലും ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലായിടത്തും ആ ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഈ ക്യാമറയുടെ ഒരു ട്രയാങ്കിൾ, മിററിൻ്റെ ഒരു ട്രയാങ്കിൾ, സൈബർ ട്രക്കിൻ്റെ മൊത്തത്തിലൊരു ട്രയാങ്കിൾ ഡിസൈനാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. സൈബർ ട്രക്കിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണിത്. ബാക്കിൽ നിന്നുള്ള വ്യൂ വളരെ ഒരു ഡംസ്റ്റർ ലുക്കാന്നൊക്കെ. പക്ഷെ എന്നിരുന്നാലും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പവർ റിമൂവബിൾ കവറുണ്ട് ഇതിന്. അതുപോലെ ടെയിൽ ഗേറ്റ്, അതിനുള്ള സ്വിച്ചുകളെല്ലാം ഇവിടെയാണ്. നമ്മൾ ഞെക്കി കഴിഞ്ഞത് ഓപ്പണായി. തിരിച്ച് മാനുവലാണ്, പക്ഷേ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിത് ഞെക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് തിരിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ വീണ്ടും ഞെക്കുക, അവിടെ നിന്ന് പൊങ്ങി വരും. ഡ്രൈവ് ചെയ്യുമ്പോൾ ടെസ്ല പറയുന്നത് ഇത് അടച്ചിടണം എന്നാണ്. അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മൈലേജിന് അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ദ എയറോഡൈനാമിക്സ്. അങ്ങനെ അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അതിനെപ്പറ്റി മെയിനായിട്ട് പറയുന്ന കംപ്ലയിൻസിൻ്റെ പോയിൻ്റി എഡ്ജസ് വളരെ പോയിൻ്റിയാണ്. കൈയൊക്കെ കൊണ്ടാൽ മുറിയാൻ സാധ്യതയുള്ളത് അത്രയും പോയിൻ്റിയാണ്. ആരെങ്കിലുമൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊരു പരിപാടി തീരുന്നൊരു സെറ്റപ്പാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിനകത്തുള്ള സ്പേസ്. നമുക്ക് ഏതാണ്ട് നല്ലൊരു ഏരിയ തന്നെ ഇവിടെ കിട്ടും. ഈ സീറ്റ്സ് ആണെങ്കിൽ പവർ അഡ്ജസ്റ്റഡ് ആണ്. ഇവിടെ എല്ലാ ബട്ടൺസും ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു സീറ്റും, നല്ല കംഫി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റും, അതുപോലെ പനറോമിക് റൂഫ്, പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്പേസ് ഉള്ളൊരു ഇത്, നടുക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ. ബാക്ക് സീറ്റിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെയാണ് അതിൻ്റെ ബട്ടൺ വരുന്നത്. ബട്ടൺ വരുമ്പോൾ അതൊരു വളരെ വൈഡായിട്ടുള്ള ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറാണ്. നമ്മളകത്തോട്ട് കയറാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് കയറുക, ഡോർ അടയ്ക്കുക. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ അധികം ട്രക്കുകളിലില്ല. ഫുഡ് ലെങ്ത്ത് കണ്ടോ, ഞാൻ 5'5" ആണ്. എനിക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഈ സ്ക്രീനിലാണ് ബാക്കിലെ എല്ലാ കൺട്രോൾസും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് AC കൺട്രോൾസ്, നമുക്ക് ഇവിടുന്ന് സൗണ്ട് കൺട്രോൾ ചെയ്യാം. ഈ സ്ക്രീനിൽ എന്തെങ്കിലും പ്ലേ ചെയ്യണമെങ്കിൽ യൂട്യൂബ് ഉൾപ്പെടെയുള്ള പല വീഡിയോസും നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാം. നമുക്ക് സബ്സ്ക്രിപ്ഷനുള്ള എല്ലാം ലൈക്ക് എ ടാബ്ലറ്റ് എന്തും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 2 സ്ഥലത്തും ഉണ്ട് ലൈറ്റ്. പിന്നെ അവിടെ കോട്ട് ഹാങ്ങേഴ്സ് ഉണ്ട്. ബേസിക്കലി വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത്. ഫ്ലോർ വളരെ ഫ്ലാറ്റാണ്. 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. അല്പം തടിയുള്ളവരാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, ഷോൾഡർ ഇത്തിരി ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വളരെ വളരെ കംഫർട്ടബിളാണ്. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ രസമാണ്. മുകളിലും ഫ്രണ്ടിലും സൈഡിലൊക്കെ ഗ്ലാസ് ആയതുകൊണ്ട് നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് മിഡിൽ സീറ്റിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ലെഗ് റൂം, അത്യാവശ്യം കാര്യമായിട്ടുള്ളൊരു ലെഗ് റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ വിസിബിലിറ്റി, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് ഇതല്ല, പക്ഷേ നമ്മുടെ പൊസിഷൻ ഇതാണ്. ഈ സീറ്റ് കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ബി ദ ബെസ്റ്റ് സീറ്റ് ടു ബി ബിക്കോസ് ഓഫ് ദ വിസിബിലിറ്റി. പിന്നെ സ്ക്രീനിനകത്ത് നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. സീറ്റ് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിനകത്ത്.
അതുപോലെ വോളിയം കൺട്രോൾസ്, അങ്ങനെ പറയത്തക്ക എല്ലാ ഓപ്ഷൻസും ബാക്ക് സീറ്റിലേക്കും വരുന്നുണ്ട്. ഡ്രൈവർ കൺട്രോൾസ് എല്ലാം ഫ്രണ്ട് ഡിസ്പ്ലേയിലാണ്, അതൊന്നും ഇതിനകത്തില്ല. അതൊഴിച്ച് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. കോളിംഗ് ഓപ്ഷൻസ് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. അതായത് ഡ്രൈവറെ ഫോക്കസ് ചെയ്തുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് മാത്രമാണ് ഡ്രൈവിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി അതായത് പാസഞ്ചറെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോൾ ടെസ്ലയുടെ ആക്സലറേഷൻ ഒന്ന് ചെറുതായിട്ട് കാണാം. ഓ, ഓട്ടോമാറ്റിക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് സ്പോട്ടിലോട്ട് അവിടെ തിരിച്ച് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് അകത്തിരിക്കാം, എത്തും എന്നുള്ള വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര ഒരു പരിചയമില്ല. പക്ഷെ നമ്മളൊന്ന് കംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഡെമോ തന്ന ആൾ പറഞ്ഞത്.